എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 82 ശ്ലോകം 29 മുതൽ 38 വരെ 10 ശ്ലോകങ്ങൾ. എല്ലാവരും പറയണു യാദവന്മാരോട്, നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാർ, നിങ്ങളുടെ ജീവിതം സഫലമായി. എന്താന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ജനിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങൾ തന്നെയാണ് ജനിച്ചതിന്റെ പുണ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവര് നിങ്ങളാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ യോഗികൾക്കും കൂടി കാണാൻ പറ്റാത്ത ആ ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ഭഗവാന്റെ സ്നേഹം ആലിംഗനമൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നു. എത്ര ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വിസ്തരിച്ചു പറയുന്നു ബാക്കിയുള്ള ശ്ലോകങ്ങളില്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 29. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. യത് വിശ്രുതി ശ്രുതിനുദേദമലം പുനാതി പാദാവനേ ജനവയശ്ച വചശ്ച ശാസ്ത്രം ഭൂകാലഭർജിത ഭഗാഭി യദംഘ്രിപത്മ സ്പർശോത്ഥശക്തിരഭിവർഷതി നമോഖിലാർത്ഥാൻ. ശ്രീകൃഷ്ണ ദർശനം ജന്മസാഫല്യം ആയത് എന്തുകൊണ്ടാണ് എന്നുള്ള ആ സംഗതി 2 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുകയാണ്. നിങ്ങള് നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാൻ സാധാരണ മനുഷ്യരിലെ ഒരാളല്ല, സർവേശ്വരൻ തന്നെയാണ്. ഭഗവാന്റെ ഈ കീർത്തി വേദങ്ങൾ സ്തുതിക്കുന്നു. ആ വേദഘോഷം ലോകത്തെ പരിശുദ്ധമാക്കുന്നു. യാതൊരുവിന്റെ പാദം കഴുകിയ ജലമായ ഭാഗീരഥി ഈ ലോകങ്ങളുടെ പാപങ്ങൾ മുഴുവനും നശിപ്പിക്കുന്നു. യാതൊരു ഭഗവാന്റെ വാക്കാകുന്ന ശാസ്ത്രം സന്മാർഗ ദുർമാർഗങ്ങളെ ലോകത്തിന് വേർതിരിച്ച് കാട്ടിക്കൊടുത്ത് പാപങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് പരിശുദ്ധമാക്കുന്നു. കാലദോഷത്താൽ ഫലശക്തി ചുരുങ്ങിയ ഈ ഭൂമിയിൽ ഇപ്പോ യാതൊരു ഭഗവാന്റെ പത്മസ്പർശം ഉണ്ടായതുകൊണ്ട് ഭൂമിയുടെ നശിച്ചുപോയ ശക്തി വീണ്ടും ലഭിക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാ പദാർത്ഥങ്ങളും ഏതു ഭാഗത്തും ജനിപ്പിച്ചു തരുന്നു ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെയല്ലേ നിങ്ങൾ എന്നും ഇങ്ങനെ തിലരാത്രങ്ങൾ കഴിച്ചുകൂടുന്നത്? നിങ്ങൾ തന്നെയാണ് ഭാഗ്യവാന്മാർ. നിങ്ങളുടെ ജന്മം തന്നെയാണ് സഫലം. തദ്ദർശന സ്പർശനാനുവധ പ്രജൽപ ശയ്യാസനാശന സയൗനസപിണ്ഡബന്ധ യേഷാം ഗൃഹേ നിരയവർത്മനി വർത്തതാം വ സ്വർഗാപവർഗവിരമ സ്വയമാസ വിഷ്ണു. ഓ, നിങ്ങളുടെ ഭാഗ്യം. ആ ശ്രീകൃഷ്ണനെ എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കണം, സ്പർശിക്കാൻ സാധിക്കണം, ഒരുമിച്ച് സഞ്ചരിക്കണം, സംഭാഷണം, ഒന്നിച്ച് കിടപ്പ്, ഇരിപ്പ്, ഭക്ഷണം, വിവാഹ സംബന്ധം, ദായാദി സംബന്ധം, ഇതൊക്കെ സിദ്ധിച്ചു എന്ന് മാത്രമല്ല, സ്വർഗാദി സുഖത്തിന്റെയും മോക്ഷത്തിന്റെയും അവധിഭൂതനായ ആ സാക്ഷാൽ മഹാവിഷ്ണു പ്രവൃത്തി മാർഗനിരതന്മാരായ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ഇരിക്കണം, നിങ്ങളുടെ കൂടെ തന്നെ താമസിച്ച് ഒന്നിച്ച്. എന്തൊരു ഭാഗ്യം നിങ്ങളുടെ. ഇതിന്മേതെങ്ങനെ സിദ്ധിക്കേണ്ടത് എന്താ ഉള്ളത്? ശ്രീശുക ഉവാച നന്ദസ്തത്രയദൂൻ പ്രാപ്താൻ ജ്ഞാത്വാ കൃഷ്ണപുരോഗമാൻ തത്രാഗമൽ വൃതോ ഗോവൈ അനസ്ഥാർത്ഥേതി ദൃക്ഷയാ. ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ശ്രീകൃഷ്ണനും യദുക്കളും ഒക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ നന്ദഗോപര് കൃഷ്ണനെ ഇങ്ങോട്ട് കാണാൻ മോഹായി. ഈശ്വര, കൃഷ്ണൻ വന്നിട്ടുണ്ടല്ലോ, എത്ര കാലായി കണ്ടിട്ട്. വേഗം ആ വണ്ടികളിൽ ഇങ്ങനെ സാമാനങ്ങളും ഒക്കെ എടുത്ത് ഗോപന്മാരും കൂട്ടിയിട്ട് ആ കൃഷ്ണ സന്നിധിയിലേക്കാണ് ചെല്ലുകയാണ്. ഭഗവാൻ കൃഷ്ണൻ അവിടെ വന്നിട്ടെന്ന് അറിഞ്ഞപ്പോഴാണ് നന്ദഗോപരും ഗോപന്മാരും ഒക്കെ പുറപ്പെട്ടത്. തം ദൃഷ്ട്വാ വൃഷ്ണയോ ഹൃഷ്ട തന്ന പ്രാണമിവോത്ഥിത പരിഷസ്വജിരേ ഗാഠം ചിരദർശനകാതര. നന്ദഗോപുരം അങ്ങോട്ട് കണ്ടപ്പോ വളരെ സന്തോഷമായ വൃഷ്ണികള്, യാദവന്മാര്. അവർക്ക് തന്റെ പ്രാണൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മയങ്ങിക്കിടക്കുന്ന അവയവങ്ങള് മുഖ്യ പ്രാണ സംയോഗം എങ്ങനെയാ സിദ്ധിക്കുമ്പോ എങ്ങനെയാ ഉണരണത്? ഉടനെ അതുപോലെ പ്രാണൻ കിട്ടിയ മാതിരി എത്ര കാലായി അങ്ങനെ കാണാതിരുന്നുകൊണ്ടുള്ള ആ ദുഃഖം അന്യോന്യം പ്രകാശിപ്പിച്ച് മുറുക്ക ആലിംഗനം ചെയ്തു. അങ്ങോട്ട് നന്ദഗോപുരങ്ങൾ കണ്ടപ്പോ എത്ര കാലായി കണ്ടിട്ടെന്നുകൊണ്ട് കെട്ടിപ്പിടിക്കാണ്. ആശ്രുക്കൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട് രണ്ടു കൂട്ടരുടെയും കണ്ണുകളിൽ നിന്ന്. വസുദേവരും നന്ദഗോപുരം കണ്ടപ്പോ ആലിംഗനം ചെയ്യുന്നു.
വസുദേവ പരിഷ്യജ്യ സംപ്രീത പ്രേമ വിഹ്വല സ്മരൻ കംസകൃതാൻ ക്ലേശാൻ പുത്രന്യാസം ച ഗോകുലേ. നന്ദഗോപരെ ആലിംഗനം ചെയ്തപ്പോ വസുദേവര് പറയാണ്, ആ കംസൻ നിമിത്തം അനുഭവിച്ച ദുഃഖങ്ങളും പുത്രനെ ഗോകുലത്തിൽ കൊണ്ടുപോയി കിടത്തിയതൊക്കെ അങ്ങോട്ട് ഓർമ്മിച്ച് സ്മരിച്ച് അത് ആ കാലമൊക്കെ അങ്ങോട്ട് ഓർത്തു. വസുദേവര് രണ്ട് കണ്ണുന്നിങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴത്തെ ആ കാലമൊക്കെ അങ്ങോട്ട് കഴിഞ്ഞൂലോ. സന്തോഷം കൊണ്ട് പരമപ്രീതനായിട്ട് പരവശനായിട്ട് നന്ദഗോപുരങ്ങളെ ആലിംഗനം ചെയ്യാണ് വസുദേവര്. പിന്നെയോ രാമനും കൃഷ്ണനും എത്ര കാലമായി കണ്ടിട്ട് അല്ലെ. കൃഷ്ണരാമൗ പരിഷ്യജ്യ ഇതരാവപിവാദ്യ ന കിഞ്ചനോചതു പ്രേമണ സാശ്രുകണ്ഠൗ കുരുദ്വഹ. ശിശുബ്രഹ്മർഷി പറയണു, ഹേ കുരുശ്രേഷ്ഠ, ആ ശ്രീകൃഷ്ണനും ബലരാമനും ആ പിതാവിനെയും മാതാവിനെയും നന്ദഗോപുരയെ യശോദരയെ ആലിംഗനം ചെയ്തു നമസ്കരിച്ച് പ്രേമാധിക്യം നിമിത്തം കണ്ണിന് വെള്ളം നിറഞ്ഞ് ഇടനെഞ്ചു പൊട്ടിയവരുടെ രണ്ടുപേരുടെ ഇത്ര കാലമായിട്ടും. ബലരാമൻ പിന്നെ അതിന്റെ ഇടയ്ക്ക് പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ 11 വയസ്സിലെ മധുരയ്ക്ക് പോകുന്നതിന് ശേഷം ആ വ്രജത്തിലേക്ക് പോയിട്ടേ ഇല്ല. കെട്ടിപ്പിടിച്ചു അച്ഛനെയും അമ്മയും. ആ പഴയ കാലങ്ങളൊക്കെ അങ്ങോട്ട് ഓർത്തു. ഒന്നും മിണ്ടണില്ല കൃഷ്ണൻ. തൊണ്ട ഇങ്ങനെ ഇടറിയിട്ട് ഒന്നും മിണ്ടാതെ സംസാരിക്കാതെ നിന്നു. തൗ ആത്മാസനമാരോപ്യ ബാഹുഭ്യാം പരിരഭ്യ ച ശോദാച മഹാഭാഗ സുതൗ വിജഹതു ശുച. ആ ഭാഗ്യവതിയായ യശോദയും ഭാഗ്യവാനായ നന്ദനും പുത്രന്മാരായ ശ്രീകൃഷ്ണനെയും ബലരാമനെയും തങ്ങളുടെ മടിയിലിരുത്തി കൈകൾ കൊണ്ട് ആലിംഗനം ചെയ്തിട്ട് സന്തോഷ ബാഷ്പജലം വർഷിച്ചു. കൃഷ്ണ രാമ ഒന്നിങ്ങോട്ട് വരൂ, ഞങ്ങള് പണ്ടത്തെ മാതിരി മടിയിലിരിക്കുന്നു എന്ന് രണ്ടുപേരെ മടിയിലിരുത്തിയിട്ട് കെട്ടിപ്പിടിച്ച മൂർത്താവലി ചുംബിച്ച് ഇത്ര വലിയ മുത്തശ്ശനും ഒക്കെ ആയി രണ്ടുപേരും. പക്ഷെ പണ്ടത്തെ ആ കുട്ടികളാന്നുള്ള മട്ടില് മടിയിലിരുത്തിട്ട് യശോദ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാണ് കൃഷ്ണനെയും രാമനെന്ന് പറയും. രോഹിണീ ദേവകീ ജാഥ പരിഷ്യജ്യ വ്രജേശ്വരീം സ്മരന്ത്യൗ തൽകൃതാം മൈത്രീം ബാഷ്പകണ്ഡ്യൗ സമൂചതു. രോഹിണിയും ദേവകിയും യശോദയെ ആലിംഗനം ചെയ്ത് തങ്ങൾക്ക് യശോദ ചെയ്ത ആ ഉപകാരം, ആ പുത്രന്മാരെ പരിപാലിച്ചില്ലേ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കണ്ണില് വെള്ളം നിറഞ്ഞു. അവർക്കും അത് ഒന്നും മിണ്ടാൻ പറ്റണില്ല. തൊണ്ട ഇടറിക്കൊണ്ട് ഇങ്ങനെ പറയാണ് രോഹിണി ദേവകി ദേവി. വിസ്മരേതവാം മൈത്രീം അനിവൃത്താം വ്രജേശ്വരി അവാപ്യപ്യൈന്ദ്രമൈശ്വര്യം യസ്യാനേഹ പ്രതിക്രിയ. ഹേ വ്രജനായിക യശോദേ, നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ചെയ്ത ആ ഉപകാരം ഉണ്ടല്ലോ, എങ്ങനെ മറക്കാം? എനിക്കത് മറക്കാൻ പറ്റില്ല, ഒരിക്കലും മറക്കില്ല. നമ്മൾ തമ്മിൽ എത്രത്തോളം അകന്നിരുന്നാലും എത്ര കാലം തന്നെ കാണാണ്ടിരുന്നാലും ആ മൈത്രിക്ക് ഒരു നാശവും സംഭവിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ദ്രനുള്ള ഐശ്വര്യം സിദ്ധിച്ചാൽ കൂടി ഈ ഉപകാരത്തിന് പകരം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അത്ര മഹത്തായിട്ടുള്ള ഉപകാരമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഏതാവദൃഷ്ടപിതരോ യുവയോസ്മപിത്രോ സംപ്രീണനാഭ്യുദയ പോഷണ ബാലനാനി പ്രാപ്യോഷദുർഭവതി പക്ഷ്മക യദ്വദക്ഷ്ണോ യസ്താവകുത്ര ച ഭയോ ന സദാം പരസ്വ. എന്താണ് യശോദ ചെയ്ത ഉപകാരത്തിനെ പറ്റിയിട്ട് തിരിച്ചിങ്ങനെ പറയണു ദേവകി ദേവി. ഹേ മഹതി, ഞങ്ങളുടെ 2 മക്കള് അവരുടെ പെറ്റ മാതാപിതാക്കന്മാരെ കാണാത്തവരായിട്ട് ആ ശിശു പ്രായത്തിൽ തന്നെ നിങ്ങളിൽ സമർപ്പിക്കപ്പെട്ടു അല്ലെ. അവരുടെ കൊച്ചു ജനിച്ചന്ന് കൊണ്ടുപോയിരിക്കണതാ കൃഷ്ണന് അവിടെ. അന്ന് മുതല് മാതാപിതാക്കന്മാരായ നിങ്ങള് കൺമിഴികളെ കൺപോളകളെ രക്ഷിക്കും പോലെ ഒരു ദിക്കിൽ നിന്നും ഒരു ഭയവും കൂടാതെ പ്രിയപ്പെട്ട വസ്തുക്കൾ കൊടുത്ത് സന്തോഷിപ്പിച്ചു. ജാതകർമാദി കാലോചിത സംസ്കാരക്രിയകളാൽ അവർക്ക് കുട്ടികൾക്കുള്ള അഭ്യുദയൊക്കെ വർദ്ധിപ്പിച്ചു. മുലപ്പാല് കൊടുത്ത്, സ്വന്തം മുലപ്പാല് കൊടുത്തിട്ട് അങ്ങനെയല്ലേ അവരുടെ വേണ്ട വിധം ദേഹത്തെ പോഷിപ്പിച്ചും വളർത്തിയത്. അവർക്ക് ഒരു ഭയം ഒരു സ്ഥലത്തൊന്നും ഉണ്ടാവാത്ത വിധത്തില് അവരെ നിങ്ങൾ സംരക്ഷിച്ചു. അതുകൊണ്ടല്ലേ അവര് സുഖമായിട്ട് അവിടെ വളർന്നത്. സജ്ജനങ്ങൾക്ക് അങ്ങനെയാണ്, തൻ്റേതെന്നോ അന്യൻ്റേതെന്നോ എന്നൊക്കെ ഭേദബുദ്ധി ഇല്ല എന്നുള്ളത് നിങ്ങള്
പ്രസിദ്ധമായിട്ട് ആചരിച്ച് ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് നിങ്ങൾ. ഇങ്ങനെ ചെയ്ത ഉപകാരം ഞങ്ങൾ എങ്ങനെയോ മറക്കുക. ഈ ഉപകാരത്തിന് എന്ത് പ്രതിക്രിയ ചെയ്താലും മതിയാവില്ല. ദേവകീദേവും രോഹിണീദേവും കൂടിയിട്ട് പറയാണ് യശോദയോട്. പാവം യശോദ ഇതൊക്കെ കേട്ട്. യശോദയ്ക്ക് അറിയില്ലായിരുന്നല്ലോ, തന്റെ പുത്രനാന്ന് വിചാരിച്ചിട്ടല്ലേ ആ കണ്ണനെ വളർത്തിയത്. താൻ പ്രസവിച്ച ഉണ്ണിയാണ് എന്ന് വിചാരിച്ചിട്ട് 11 വയസ്സ് വരെ പാവം യശോദ അല്ലെ. പക്ഷെ ആ ദേവകി ദേവിയോ പ്രസവിച്ച ഉടനെ തന്നെ ആ കൃഷ്ണനെ മാറ്റി. അങ്ങനെ ഓരോരുത്തരുടെ ഓരോ ജീവിതങ്ങൾ അല്ലെ. ഇതൊക്കെ ഓർക്കുമ്പോ നമ്മുടെയൊക്കെ ദുഃഖം ഒന്നും അത്ര വലുതല്ലാന്ന് തോന്നും. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും അമ്മയും അച്ഛനും ഒക്കെ അനുഭവിച്ച ദുഃഖമൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ അല്ലെ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.